നമ്മളെ തമ്മിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് നമ്പർ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹായ്, ഐ ജസ്റ്റ് കം അക്രോസ് വിത്ത് എ കേസ് സ്റ്റഡി. ദിസ് ഐ മസ്റ്റ് ഷെയർ യു ബിക്കോസ് ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളെ ഇൻഷുറൻസിൻ്റെ പെനാൽറ്റി നമ്മൾ DOH ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിനാണ് പേ ചെയ്യുന്നത്. അത് നമ്മൾ പേ ചെയ്യുന്നത് തം ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പം നമ്മൾ തം ആപ്ലിക്കേഷൻ വഴി പേ ചെയ്യുമ്പോൾ COC റെഫറൻസ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് പെനാൽറ്റി പേ ചെയ്യുന്നത്. നമ്മൾ തം ലോഗിൻ ചെയ്ത് നമ്മൾ COC റെഫറൻസ് നമ്പർ വെച്ച് പേ ചെയ്യുമ്പോൾ നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു ഫിനാൻഷ്യൽ റെസീപ്റ്റ് ഇങ്ങനെയുള്ളൊരു ഡോക്യുമെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം റിസീപ്റ്റ് ഫ്രം ആരാണ് തമ്മിൽ പേരുള്ളത്, ആ ആളുടെ പേര്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ കാണാം. പക്ഷേ നമുക്ക് ഇതിലൊരു പ്രശ്നം എന്നുള്ളത്, നമ്മളെ തമ്മിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് നമ്പർ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് നമ്മളത് പേയ്മെൻറ്റ് നമ്മൾ ചെയ്തു, COC റെഫറൻസ് നമ്പർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് പോകും, പ്രൊസീഡാവും, പേയ്മെൻ്റ് ആയി ശേഷം നമുക്ക് ഫിനാൻഷ്യൽ റെസീപ്റ്റ് വരുമ്പോൾ നമ്മളെ പേര് കാണുകയും ചെയ്യാണ്. നമ്മൾ വിചാരിക്കുന്നത് പേയ്മെൻറ്റ് ആയി എന്നുള്ളതാണ്. അപ്പം ഓഫ് കോഴ്സ് ഈ ഒരു പേയ്മെൻറ്റ് നമ്മളെ അക്കൗണ്ടിലല്ല, നിങ്ങൾ ചിലപ്പം മറ്റൊരാളുടെ പേയ്മെൻ്റ് ആയിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ പരിഹാരം എന്നുള്ളത്, നിങ്ങളെ പ്രോപ്പർ റെഫറൻസ് നമ്പർ COC റെഫറൻസ് നമ്പർ വെച്ചിട്ട് പേ ചെയ്ത് നിങ്ങൾ ഈ 2 റെസീപ്റ്റും കൂടെ നിങ്ങൾ DOH അപ്പീൽ പോയി നിങ്ങൾ ആദ്യത്തെ പേയ്മെൻറ്റ് നിങ്ങൾ റിവേർട്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അത് ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. മേ ബി മോർ ദാൻ 1 month സമയമെടുക്കുന്ന ഒരു കേസ് കൂടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കേസ് നമ്മളെ മുമ്പിൽ ഇപ്പോൾ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ.